നമസ്കാരം. പറന്നു പറന്നു വരുന്നുണ്ട് പിറന്നനാളിൻ്റെ കഥകൾ. പ്രിയ DCL കൂട്ടുകാരെ, അന്ന് രാത്രിയിലാണ് ആശുപത്രിയിലേക്ക് പോയത്. പ്രകാശിൽ നിന്ന് തങ്കമണി വരെ പലരും ചേർന്ന് കട്ടിലിൽ അമ്മയെ ചുമന്നാണ് കൊണ്ടുപോയത്. തങ്കമണിയിൽ നിന്നും കാൽവരി മൗണ്ടിലേക്ക് ജീപ്പിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോഴുണ്ട് പെരുമഴ. വഴി ഇന്നത്തെ പോലെയൊന്നുമല്ല, വെറും മൺപാത. മഴ പെയ്യുമ്പോൾ ചെളി കുഴഞ്ഞ മൺപാതയിലൂടെ ജീപ്പ് കയറ്റം കയറാൻ കൂടെ വന്നവർ ജീപ്പിൽ നിന്നിറങ്ങി തള്ളും. അങ്ങനെ 2-3 കിലോമീറ്ററുകൾ മഴയത്ത് വണ്ടി തള്ളി കാൽവരി മൗണ്ടിലെത്തിച്ച് അവിടെ നിന്ന് കട്ടപ്പനെ സെയിൻറ് ജോൺസ് മിഷൻ ആശുപത്രിയിലേക്ക് പറന്നു. അവിടെ എത്തിയപ്പോൾ അമ്മച്ചിക്ക് പ്രഷർ കൂടി ശരീരം കൂച്ചിപ്പോയി. 2 മണിക്കൂർ കൊണ്ട് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ചിലപ്പോൾ അമ്മയും കുഞ്ഞും മരിക്കില്ല. പിന്നെ ദൈവം തമ്പുരാനെ എന്ന് വിളിച്ച് ഒരൊറ്റ പോക്കാണ്. അന്ന് KK റോഡ് ഇന്നത്തെ പോലെയൊന്നുമല്ല. വളവും തിരിവും കുണ്ടും കുഴിയുമാണ്. വീതി തീരെ കുറവും. അങ്ങനെ പറന്നു പോകുമ്പോൾ അമ്മയുടെ ബോധം പോയി. എല്ലാവരും ജീപ്പിലിരുന്ന് നിലവിളിച്ചു, കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. ഒരു വളവ് തിരിഞ്ഞപ്പോൾ അതാ ഒരു വലിയ പാണ്ടിലോറി വലിയ തടികളുമായി ഇഴഞ്ഞിഴഞ്ഞു നിൽക്കുന്നു. ജീപ്പിന് ഓവർടേക്ക് ചെയ്യാനാകുന്നുമില്ല. ആകെ ടെൻഷൻ, കൂട്ടക്കരച്ചിൽ. കുറെ കഴിഞ്ഞാണ് ഒന്നു കേറിപ്പോകാൻ പറ്റിയത്. അങ്ങനെ ഒരു തരത്തിൽ നമ്മുടെ മുണ്ടക്കയത്തെത്തി. അവസാനം ഓപ്പറേഷൻ കൂടാതെ പ്രസവം. അങ്ങനെ അന്നേരമാണ് അറിഞ്ഞത് ഇരട്ട കുട്ടികളാണെന്ന്. അമ്മയ്ക്ക് ബോധം തെളിഞ്ഞത് 2 ആഴ്ച കഴിഞ്ഞാണ്. പ്രിയ കൂട്ടുകാരെ, ഇത്രയും വായിച്ചപ്പോൾ നിങ്ങൾ ഇതെന്ത് കഥയാണ്, ഇതാരുടെ കഥയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ഇത് മറ്റാരുടെയും കഥയല്ല, എൻ്റെ കഥയാണ്. പിറന്നനാൾ
കഥ. ഓർമ്മ വച്ച കാലം മുതൽ ഏതാണ്ട് കഴിഞ്ഞ 50-ലേറെ വർഷങ്ങളായി ഞങ്ങളുടെ അച്ചാച്ചനും അമ്മാമ്മയും എല്ലാ പിറന്നാൾ ദിനത്തിലും ഞങ്ങളോട് പറഞ്ഞിരുന്നു. പിറന്നാൾ കഥയാണിത്. കേട്ട് കാണാപാഠമായെങ്കിലും കഴിഞ്ഞ വർഷങ്ങളും ആദ്യം കേൾക്കുന്നതുപോലെ ഞങ്ങൾ ആവേശത്തോടും അത്ഭുതത്തോടു കൂടിയും കേട്ട കഥയാണിത്. കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും പിറന്നാളുണ്ട്. നമ്മൾ തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും. പറയുന്നത് എന്നാൽ നമ്മൾ പിന്നെ പിറന്നാൾ ആർക്കാണു ബർത്ത്ഡേ ആകുന്നത്, പിറന്നാൾ നമുക്ക് ഏത് ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. എന്നിട്ടും നമ്മൾ ചീവീട് കരയുന്നത് പോലെ നീണ്ട വായിൽ നിലവിളിക്കുന്നല്ലോ. പിറക്കുമ്പോൾ കുട്ടി കരയണം. കരഞ്ഞില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടാകും. നമ്മൾ പിന്നെ നമ്മൾ പിറന്ന ദിനം നമ്മുടെ അച്ഛനമ്മമാർ അമ്മയ്ക്കും അച്ഛനും ഹാപ്പി ഡേ ആയിരുന്നല്ലോ. ഇതു വായിക്കുമ്പോൾ നിങ്ങൾ ഒന്നറിയണം. നിങ്ങൾ ഇന്നു ബർത്ത്ഡേ എന്നു വിളിക്കുന്ന നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത ദിനത്തിൻ ഒരു കഥയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പപ്പയും അമ്മയും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ട് കൂടി ഉണ്ടാകില്ല. നിങ്ങളുടെ ജീവൻ സുരക്ഷിതമായിരിക്കാൻ, നിങ്ങളുടെ ജീവിതം സന്തോഷത്തോടുമായിരിക്കാൻ നിങ്ങളുടെ മാതാപിതാക്കളും മറ്റുള്ളവരും ഏറ്റെടുത്ത കണക്കില്ലാത്ത കഷ്ടപ്പാടുകളുടെ ഓർമ്മയാണ് നമ്മളിൽ പലരിലും ഹാപ്പി ബർത്ത്ഡേ എന്ന് വിളിക്കുന്നത്. വളരുമ്പോൾ നമ്മൾ പിറവി
നൽകിയവരെ മറന്നേക്കാം, എന്നാൽ അവർ മറക്കില്ല. നമ്മുടെ പിറവിക്കും നമ്മൾ അറിവിനും